ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പവിത്രൻ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദ റോഡിലൂടെ പോവുകയാണ്. അപ്പോൾ രാധ ഓട്ടോയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോയിൽ കയറാനായിട്ട് പറയുകയാണ്. അപ്പോൾ നീ എൻ്റെ ശത്രുവാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ സവാരിക്ക് ഇറങ്ങുമ്പോൾ ആരുടെയും മുഖം നോക്കാറില്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഓട്ടോയിൽ കയറാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ പറയും, എനിക്ക് നിൻ്റെ ഓട്ടോയിൽ കയറേണ്ട ഒരു ആവശ്യമില്ലെന്നും ഞാൻ വേറെ ഓട്ടോ പിടിച്ച് പോകാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ആദ്യമായിട്ട് വന്നത് ഈ ഓട്ടോയിലാണ് വിക്രമിൻ്റെ വീട്ടിലോട്ട്, അതൊന്നും നീ മറക്കരുതെന്നൊക്കെ പറയണം. വേദ അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറൊരു ഓട്ടോ പിടിച്ച് പോവുകയാണ്. അപ്പോൾ രാധയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നതാണ്. ഇവിടെ ഞാൻ അറിയാതെ എവിടെയാണ് പോകുന്നത്, എന്തോ പന്തികേട് ഇതിലുണ്ട്. അങ്ങനെ രാധ ആ ഓട്ടോയെ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ആ ഓട്ടോ ചെന്ന് എത്തുന്നത് നമ്മുടെ ശ്രീനിസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവളെന്തിനായിരിക്കും ശ്രീനിസാറിൻ്റെ വീട്ടിൽ വന്നതെന്ന ചിന്തയിൽ രാധ ഇങ്ങനെ അവിടെ വഴിയിൽ ഓട്ടോ ഒതുക്കി നിൽക്കുകയാണ്. അടുത്തതായി പിന്നീട് വിക്രമ സുഹൃത്തുക്കൾ ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുളക്കടവിലോട്ട്. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ എന്തൊക്കെ അതിക്രമങ്ങളാണ് നടക്കുന്നത്, എന്തുമാത്രം പാവങ്ങളാണ് ഇതിൻ്റെ പേരിലൊക്കെ ചത്തൊടുങ്ങുന്നതെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ശ്രീനിസാർ പറയുന്ന പോലെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ രാജേട്ടനൊക്കെ പറയുകയാണ്. അപ്പോൾ ജോസഫ് ഇതിനെക്കുറിച്ചൊരു നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സത്യചന്ദ്രൻ എന്ന പേരിലുള്ള ഒരാളാണ് നടത്തുന്നതെന്നും അതിൻ്റെ ഓഫീസൊക്കെ നമ്പറും ഒക്കെ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. ഇത്രയും കള്ളത്തരം ചെയ്യുന്നവന് സത്യചന്ദ്രൻ എന്ന് ആര് പേരിട്ടു എന്തോന്നൊക്കെ അവർ കളിയാക്കി പറയുന്നുണ്ട്. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താൽ എന്തേ വിക്രമെന്ന് ജോസഫ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും തട്ടിപ്പ് നടത്തുന്നവർക്ക് കേസൊക്കെ ഒതുക്കി തീർക്കാൻ എന്ത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പോയാലൊന്നും പറ്റത്തില്ല. നമുക്കത് ഇരിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ അടിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് വിക്രം പറയുക. എന്നിട്ട് അവർ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് അവർ മരുന്നൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സത്യചന്ദ്രൻ്റെ ആൾക്കാർ വരുന്നുണ്ട് ഒരു വാനിലായിട്ട്. എന്നിട്ട് പല മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെല്ലുകയാണ്. എന്നിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വേറെ ലേബലൊക്കെ ഒട്ടിച്ച് പുതുതാക്കി അവർ സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ രാജേട്ടനെ ഇവരെല്ലാം അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മെഡിക്കൽ ഷോപ്പിലെ പയ്യൻ്റോട് ചോദിക്കുകയാണ്, ഇത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് മരുന്ന് കൊണ്ടുവന്നതാണ്, ഞങ്ങൾ എടുത്ത് വെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പാക്കറ്റ് മരുന്നുമായിട്ട് മെഡിക്കൽ സ്റ്റോറിലോട്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ ഈ വാനിനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്നിട്ട് അവർ അതിൻ്റെ ഈ മരുന്നൊക്കെ സപ്ലൈ അതിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഈ വാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വിക്രമ കൂട്ടുകാരും അതിൻ്റെ പിറകിൽ തന്നെയുണ്ട്, അവരും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഫോണെടുത്ത് നമ്മുടെ സത്യചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ അകത്തുണ്ടായിരുന്നു, ഗോഡൗണിൻ്റെ അകത്ത്. എന്നിട്ട് ചോദിക്കണം, എനിക്ക് കുറച്ച് മരുന്ന് വേണമെന്ന്, നിങ്ങൾ സപ്ലൈ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് സത്യചന്ദ്രൻ. നിൻ്റെ എല്ലാ കള്ളത്തരും അറിയാമെന്ന്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാമെന്നൊക്കെ വിക്രം പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സത്യചന്ദ്രൻ അവിടെയുള്ള സ്റ്റാഫിനോട് പറയുകയാണ്, ഒരു കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്കൊന്ന് കരുതിയിരിക്കുക എന്നൊക്കെ പറയുകയാണ്. പറഞ്ഞു തീർന്നതും വിക്രമും സംഘവും അവിടെ എത്തുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ കുറച്ച് സംഘർഷമൊക്കെ ഉണ്ടായാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് സത്യചന്ദ്രനെ മാത്രം അവിടെ കിട്ടുകയാണ്. അയാൾക്കിട്ട് വേഷം കൊടുക്കുകയാണ് നമ്മുടെ വിക്രം. നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് വേറെ വല്ല ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചിടുമോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പരിങ്ങി നിൽക്കുകയാണ്. എന്തായാലും അടിയൊക്കെ കിട്ടുമെന്നറിയാം. അപ്പോൾ ഇന്നെന്താ സ്റ്റോക്ക് കുറവാണോ, കുറച്ച് സ്റ്റോക്കുകളൊക്കെ അല്ലേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സ്റ്റോക്കുകളൊക്കെ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വിക്രം ഒരു കന്നാസ് പെട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പെട്രോൾ സ്റ്റോക്കിലെല്ലാം എടുത്ത് മരുന്നിൻ്റെ പുറത്തൊക്കെ പാക്കറ്റിലെല്ലാം എടുത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് അവർ തീ കത്തിച്ചിടുകയാണ്. അപ്പോൾ എല്ലാം കത്തി നശിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ വേദ ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ ബെല്ലടിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പോൾ സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, സാറ് കുളിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അകത്തോട്ട് ഒരു കാറ് വരികയാണ്. അപ്പോൾ കാറിൽ നിന്ന് ശ്രീനിസാറിൻ്റെ ഭാര്യ ഇറങ്ങിയാണ്. അയ്യോ വേദയോ, മോൾ എന്താണ് വെളിയിൽ തന്നെ നിൽക്കുന്ന, അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ശ്രീനിസാറിനെ വിളിക്കാമെന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീനിസാർ കടന്നു വരികയാണ്. ആ വേദയോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, ഞാൻ വിക്രമിനോട് എപ്പോഴും പറയാറുണ്ട് വേദയെ കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരുമെന്ന്. അപ്പോൾ എന്താണ് ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ വരാത്തത്? അപ്പോൾ വേദം ഒന്നും പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ കാപ്പിയൊക്കെ എടുക്കുമെന്ന് പറയുകയാണ് ഭാര്യയോട്. അയ്യോ വേണ്ട, ഞാൻ കാപ്പിയെ കുടിച്ചിട്ടാണ് വന്നത്, അത് കുഴപ്പമില്ല, എനിക്ക് വേണം എന്തായാലും, അപ്പോൾ വേദയും കൂടി കുടിക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഭാര്യ കാപ്പി ഇടാനായിട്ടൊക്കെ പോവുകയാണ്. ആ സമയം വേദ ശ്രീനിസാറിനോട് സംസാരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ട് നൽകണമെന്ന് പറയുകയാണ്. ഇതൊരു അപേക്ഷയായിട്ട് വേണമെങ്കിൽ കരുതാമെന്ന് പറയുകയാണ്. അപ്പോൾ അപേക്ഷയോ, മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് എനിക്ക് വിക്രമിനെ എന്നേക്കുമായിട്ട് വിട്ടു തരണം,
വിക്രം ഈ ജോലി ഉപേക്ഷിക്കണം, എന്നിട്ട് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണം, അന്തസ്സോടുകൂടി. മറ്റുള്ളവരെ കൊണ്ട് ഒരിക്കലും മോശമായ രീതിയിൽ പറയിക്കരുത്, ഒരു ഗുണ്ടയാണെന്നും തല്ല് പിടിക്കുന്നവനാണെന്നൊന്നും ഒരിക്കലും പറയരുതെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ മോൾ എന്താണ് പറയുന്നത്, എനിക്ക് വിക്രമിനോട് തന്നെ പറഞ്ഞുകൂടി ഈ കാര്യങ്ങളൊക്കെ? അപ്പോൾ വേറെ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് വിക്രമിനെ ഉപദേശിക്കാമായിരുന്നു, പക്ഷേ ശ്രീനിസാറിൻ്റെ കാര്യം ഒരിക്കലും എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. വിക്രമിന് അത്രമാത്രം ശ്രീനിസാറിനോടുള്ളൊരു കടപ്പാട് സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. സാർ എന്തെങ്കിലും ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകണ്ട് ഭാര്യയും ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ ശ്രീനി സാർ പറയുകയാണ്, ഞാൻ ഒരിക്കലും വിക്രമിനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ നാടിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെന്നും നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ ആയിരിക്കാമെന്നൊക്കെ വേദ പറയുകയാണ്. പക്ഷേ അത് കയ്യാങ്കളിയിലൂടെയൊക്കെ അല്ലേ ചെയ്യുന്നത്? എന്തുമാത്രം കേസുകളാണ് വിക്രമിൻ്റെ പേരിലായിട്ടുള്ളത്? അപ്പോൾ എന്തെല്ലാം, നിങ്ങളാരും നീതി വ്യവസ്ഥ ഒരിക്കലും കയ്യിലെടുക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ നീതി വ്യവസ്ഥയുടെ കാര്യം വേദ പറഞ്ഞല്ലോ. അപ്പോൾ വേദയുടെ അച്ഛൻ ശങ്കരനാരായണനാണ് ഒരു തെറ്റും ചെയ്യാതെ വിക്രമിനെ ആദ്യമായിട്ട് ഒരു 7 കൊല്ലം തടവിന് വിധിച്ചത്. അപ്പോൾ വേദ പറയുകയാണ്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. സാർ എന്തെങ്കിലും ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് രാധ ശ്രീനിസാറിൻ്റെ വീട്ടിനോ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാം രാധ കേൾക്കുകയാണ്. സാറ് പറഞ്ഞല്ലോ നല്ലതിന് വേണ്ടിയിട്ടാണ് വിക്രം പ്രവർത്തിച്ചിട്ടുള്ളതെന്നൊക്കെ, പക്ഷേ എല്ലാവരും പറയുന്നത് തെമ്മാടിയും അടിപിടിക്കാരനെന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഭർത്താവിന് ജോലിയെന്ന് ചോദിച്ചാൽ പറയേണ്ടത് നല്ലവനായ തെമ്മാടിയെന്നോ? അതേസമയം വിക്രമിൻ്റെ അച്ഛൻ എന്താണ് പറയണത്, നല്ലവനായ തെമ്മാടിയുടെ അച്ഛനാണെന്നാണോ? അപ്പോൾ എന്തെങ്കിലും സാർ ഇതിനെതിരെ എനിക്ക് ഒരു വിക്രമിനെ എനിക്ക് വിട്ട് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ വേദ വളരെയധികം വിഷമത്തോടുകൂടി പറയുകയാണ്. എന്നിട്ട് ശ്രീനിസ വീണ്ടും പറയുകയാണ്, വേദ തന്നെ വിക്രമിനോടൊന്ന് സംസാരിച്ച് നോക്കൂ, ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഒരിക്കലും സംസാരിക്കില്ലെന്നും സാറ് തന്നെ സംസാരിച്ച് അതിനൊരു തീരുമാനമാക്കി തരണം എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാറിൻ്റെ ഭാര്യ പറയുകയാണ്, ശ്രീനിയേട്ടനും ഇതുപോലെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ മോളെ, അത് നമ്മൾ പേടിക്കേണ്ടെന്നും പിന്നെ അവർ നല്ല രീതിയിലൊക്കെ ആവുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ചേച്ചിക്ക് അതിൽ സന്തോഷം കണ്ടെത്താനാവുമായിരിക്കും, പക്ഷേ എനിക്കതിലൊരിക്കലും സന്തോഷം കണ്ടെത്താനാകില്ലെന്നും എനിക്ക് വിക്രമിനെ വിട്ട് കിട്ടിയേ പറ്റുള്ളൂ വേദ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം രാധ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാധ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, എത്രയും പെട്ടെന്ന് വിക്രമിനെ ഇത് അറിയിച്ചാലേ പറ്റൂല, ഇവൾ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കില്ലെന്നൊക്കെ രാധ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്